ഹായ് വെൽക്കം ബാക്ക് ടു എക്സസ് സ്കിൽ കോർണർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു സം ബൈ കളർ. നമ്മൾ ന്യൂമറിക്കൽ വാല്യൂസ് വെച്ച് സം ചെയ്യാറുണ്ട്. ചില സിറ്റുവേഷനിൽ നമുക്ക് ചില കളർ വെച്ചിട്ട് സം ചെയ്യേണ്ട സിറ്റുവേഷൻ വരാറുണ്ട്. നമുക്കത് ഇൻബിൽറ്റ് ആയിട്ട് എക്സലിൽ ഈ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചില ടെക്നിക്സ് ഉപയോഗിക്കുകയാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഒരു കോളം സെലക്ട് ചെയ്ത് അതിന് റിപ്ലേസ് ചെയ്യാണ്. ഫൈൻഡ് ആൻഡ് റിപ്ലേസ് ചെയ്ത് ഒരു കളർ റീഫിൽ ചെയ്യാണ്. നമുക്കിതൊരു പുതിയ ഓപ്ഷനാണ്. ജസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്ത് പലർക്കും ചെയ്തിട്ടുണ്ടാവില്ല. റിപ്ലേസ് കൊടുത്തിട്ട് ഞാൻ റിപ്ലേസ് വിത്ത് നെയിമും പ്ലസ് കളറും ആഡ് ചെയ്യാണ്. ഫോർമാറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓപ്ഷൻ ഉണ്ട് കളർ ആഡ് ചെയ്യാൻ. ഇപ്പോൾ ഞാൻ ഗ്രീൻ കളർ ആഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സാംസങ്ങിൻ്റെ ഒപ്പം സാംസങ്ങിൻ്റെ ടേബിളിൽ ഗ്രീൻ കളർ ഓട്ടോമാറ്റിക് വരും. ഇതേപോലെ തന്നെ ഞാൻ ഒരു രണ്ട് മൂന്ന് ബ്രാൻഡും സെലക്ട് ചെയ്യണം. സാംസങ്ങിനെ പോലെ തന്നെ ഞാനിപ്പോൾ ഇനി അടുത്തൊരു ബ്രാൻഡായ മൈക്രോമാക്സ് ഫൈൻഡ് ചെയ്ത് അതിനെ ഇതുപോലെ റീപ്ലേസ് ചെയ്യണം. മൈക്രോമാക്സ് വെച്ചിട്ട് വേറൊരു കളർ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഇതിനൊരു കളർ സെലക്ട് ചെയ്ത് ദാറ്റ്സ് മീ ഒരു യെല്ലോ കളർ ഒരു ബ്ലൂ കളർ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കും. ഓക്കെ റീപ്ലേസ് ഓൾ എടുക്കും. ഇത് സിറ്റുവേഷൻസ് നമുക്ക് പലപ്പോഴും വരാറുണ്ട്. പലപ്പോഴും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഒരു എന്തെങ്കിലും ഒരു സിനാരിയോയിൽ ഒരു കളർ ഐഡൻറ്റിഫൈ ചെയ്യും. എന്നിട്ട് അതിൻ്റെ സമ്മ് നമുക്ക് ഇവിടെ ലഭിക്കാൻ നമ്മൾ ഫിൽട്ടർ ചെയ്തിട്ട് അതിൻ്റെ സമ്മ് എടുക്കാറ് ചെയ്യാറ്. നമുക്കിവിടെ വേറൊരു ഓപ്ഷൻ ഉപയോഗിക്കാം. ഒരു ഫോർമുല എഴുതാം. ടോട്ടലിൽ സബ് ടോട്ടൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. കാരണം നമ്മൾ ഫിൽട്ടർ ചെയ്യുന്ന ടോട്ടൽ മാത്രം കിട്ടാനായിട്ട് സബ് ടോട്ടൽ ചെയ്തിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ ഫംഗ്ഷൻ നമ്പറാണ് ചോദിക്കുന്നത്. ഈ ഫംഗ്ഷൻ നമ്പർ ഞാൻ 9 എന്ന് പറഞ്ഞ സമ്മാണ്. കോമ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് റെഫറൻസ് ഏതാണോ റെഫറൻസ് ഫുൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇവിടെ എമൗണ്ട് കോളം റെഫറൻസ് ആയിട്ട് കൊടുത്തിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാണ്. ഇപ്പോൾ നമുക്ക് ഇതിലൊരു കാണാവുന്ന ഓപ്ഷൻ ഞാൻ എന്ത് ഫിൽട്ടർ ചെയ്യണോ ആ ഫിൽട്ടർ ചെയ്ത ഏരിയ മാത്രമേ ഇതിൽ സമ്മായിട്ട് വർക്കൗട്ട് ആവുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇവിടെ അതിൻ്റെ ഒരു ഓപ്ഷൻ കാണിച്ചാൽ ഇപ്പോൾ ഞാൻ ഇവിടെ ഡാറ്റ സെലക്ട് ചെയ്യണം. ഫുൾ സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ ഫിൽട്ടർ ചെയ്യാൻ ഞാൻ ഇവിടെ ഫിൽട്ടർ ചെയ്യാൻ പോകുന്നത് ഐറ്റം ഗ്രൂപ്പിൽ ഇവിടെ എനിക്കൊരു ഓപ്ഷൻ ഉണ്ട് ഫിൽട്ടർ ബൈ കളർ എന്ന ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഗ്രീൻ കളർ ഫിൽട്ടർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഗ്രീൻ കളറിൻ്റെ ഏരിയ മാത്രമേ സം കാണാൻ സാധിക്കുള്ളൂ. ഇതേപോലെ തന്നെ ഇവിടെ വന്നിട്ട് ബ്ലൂ കളറാണ് ഫിൽ ചെയ്യണമെങ്കിൽ ബ്ലൂ കളർ. ഇത് നമുക്ക് എങ്ങനെ വേണം ഇപ്പോൾ നോ ഫില്ല് കൊടുക്കാം. കാരണം ദാറ്റ് മീൻസ് കളറിലേതാണ് നോ ഫില്ലും കൊടുക്കാം. ഇത് വളരെ ക്വിക്കസ്റ്റ് വേ ആണ് നമുക്ക് ഇതുപോലെ ടോട്ടൽ കണ്ടെത്താനായിട്ട്. പലരും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇതുപോലെ ഒരു നമുക്ക് ഈ ഒരു ഓപ്ഷൻ കിട്ടുന്നതിന് മുമ്പ് നമ്മൾ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ഇത്രയും ഏരിയ മാത്രം ഫിൽട്ടർ ചെയ്തിട്ട് അതിൻ്റെ സ്റ്റാറ്റസ് ബാറിന് എടുക്കുക ചെയ്യാറ്. സോ ഇത് നല്ലൊരു ഓപ്ഷനാണ് ഉപയോഗിക്കുക. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്, ബൈ.